ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സഹോദരി സഹോദരന്മാരെ, ഇന്ന് ശാലോം ടെലിവിഷൻ്റെ വചനം തിരുവചനം ശുശ്രൂഷയിൽ നമ്മൾ ചിന്തിക്കുന്ന വിഷയം സാത്താൻ്റെ മേൽ വിജയമെടുക്കുന്നവരായി തീരുക എന്നതിനെ പറ്റിയാണ്. 1 പത്രോസ് 5-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ തിരുവചനം ഇങ്ങനെ പറയുന്നു: നിങ്ങളുടെ ശത്രുവായ പിശാച് അലറുന്ന സിംഹത്തെപ്പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ചുകൊണ്ട് ചുറ്റി നടക്കുന്നു. വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അവനെ എതിരിടുവിൻ. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ദൈവത്തിൻ്റെ പദ്ധതിയും സ്വപ്നവുമെന്ന് പറയുന്നത് ദൈവമക്കളായ നമ്മൾ ഒരിക്കലും പിശാചിനെ ഭയപ്പെടാൻ പാടില്ല. പകരം അവൻ്റെ മേൽ വിജയമെടുക്കുന്നവരായി, അവനെ ചവിട്ടി നടക്കുന്നവരായി, അവൻ്റെ മേൽ ആധിപത്യമുള്ളവരായി ലോകത്തിൽ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്തണം എന്നുള്ളതാണ്. എങ്കിലും ഇന്ത്യയും ശത്രു രാജ്യങ്ങളും തമ്മിൽ യുദ്ധമുണ്ടാകുന്ന സമയത്ത് ഇന്ത്യയുടെ പട്ടാളക്കാർക്ക് ഏതെല്ലാം വിധത്തിൽ ശത്രു രാജ്യത്തിൻ്റെ രഹസ്യ പ്രവർത്തനങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കാമോ അത്രമാത്രം രഹസ്യങ്ങൾ നമ്മുടെ ഗവൺമെൻറ് പട്ടാളക്കാർക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നു, അഥവാ പറഞ്ഞു കൊടുക്കുന്നു. കാരണം യുദ്ധം ജയിക്കുവാൻ അത് വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ്. ഇതുപോലെ ദൈവമക്കളായ നമ്മോട് സ്വർഗത്തിലെ പിതാവ് തൻ്റെ വചനത്തിലൂടെ സാത്താൻ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് നമ്മെ തകർക്കുവാൻ ശ്രമിക്കുന്ന എല്ലാ മാർഗങ്ങളും എങ്ങനെയൊക്കെയാണ് അവൻ വരുന്നതെന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് 1 കൊരിന്ത്യർ 16-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വചനം പറയുന്നു: നിങ്ങൾ ജാഗരൂകതയുള്ളവരായിരിക്കുവിൻ എന്ന് പറഞ്ഞാൽ ശ്രദ്ധയോടുകൂടി നടക്കുവിൻ. കെയർലെസ്സായിട്ട് നടക്കരുത്. നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും നമ്മൾ ശ്രദ്ധയുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും സാത്താനെ നമുക്ക് പരാജയപ്പെടുത്താൻ സാധിക്കും. ദൈവത്തിൻ്റെ മുഴുവൻ പദ്ധതികളും നമ്മുടെ ജീവിതത്തിൽ നിറവേറുന്നത് നമുക്ക് കണ്ട് സന്തോഷിക്കുവാനായിട്ട് സാധിക്കും. ഒന്നാമതായിട്ട് ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, സാത്താൻ അലറുന്ന സിംഹത്തെ പോലെ വരുന്നു. 1 പത്രോസ് 5-8 പറയുന്നു: നിങ്ങളുടെ ശത്രുവായ പിശാച് അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ചുകൊണ്ട് ചുറ്റി നടക്കുന്നു. വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അവനെ എതിരിടുവിൻ. നമ്മൾ ഈ സിംഹങ്ങളെ പറ്റി പഠിക്കുമ്പോൾ വളരെ രസകരമായൊരു കാര്യം കാണാം. സിംഹം കാട്ടിലെ രാജാവാണെങ്കിലും ചുമ്മാ അങ്ങോട്ട് നേരെ ചെന്ന് മൃഗങ്ങളെ ആക്രമിക്കുന്ന പതിവ് സിംഹത്തിനില്ല. സിംഹം ചെയ്യുന്ന എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതുങ്ങിയിരിക്കും. അതായത് സിംഹത്തിൻ്റെ പുറത്തെ രോമങ്ങളൊക്കെ ലൈറ്റ് ബ്രൗൺ കളറുള്ള നിറത്തിലുള്ള രോമങ്ങളാണ്. അതുകൊണ്ട് സാധാരണയായി അല്പം ഉണങ്ങിപ്പോകുന്ന പുല്ലിൻ്റെയോ ചെടിയുടെയോ ഇടയിൽ, അതായത് മറവിലായിട്ട് സിംഹം തന്നെ പെട്ടെന്ന് തിരിച്ചറിയാത്ത ഒരു സ്ഥാനത്തായിട്ട് മറഞ്ഞിരിക്കുന്നു. എന്നിട്ട് യാതൊരു ശബ്ദവും ഉണ്ടാക്കാതെ പൂച്ച ഇരിക്കുന്ന പോലെ അവിടെ ഇരിക്കുക. ശത്രു തൻ്റെ അടുത്തുകൂടെ പോകുന്ന സമയത്ത് വളരെ പെട്ടെന്ന് ചാടി വീഴുകയും ഇരയെ കീഴ്പ്പെടുത്തുകയും ചെയ്യും. ഇര തൻ്റെ കയ്യിലായി കഴിഞ്ഞാൽ മാത്രമേ സിംഹം അലറത്തുള്ളൂ. ഇരയെ കാണുന്ന ഉടനെ ഒരിക്കലും സിംഹം അലറുന്നില്ല, ഒരു ശബ്ദവും ഉണ്ടാക്കത്തില്ല. പകരം ഈ ഇരയെ കൈ കിട്ടിക്കഴിയുമ്പോഴാണ് സിംഹം എപ്പോഴും അലറി ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കുന്നത്. കർത്താവിൻ്റെ വചനം നമ്മളെ ഓർപ്പിക്കുന്നത് ഇത് തന്നെയാണ്. സാത്താൻ നമ്മളെ കീഴ്പ്പെടുത്തുന്നത് വരെ, നമ്മെ കയ്യിൽ കിട്ടുന്നത് വരെ അവൻ അടുത്തെങ്ങും ഉണ്ടെന്ന് പോലും ഒരു ശബ്ദവും ഉണ്ടാക്കുന്നില്ല. പകരം നമ്മെ കയ്യിൽ കിട്ടിക്കഴിയുമ്പോൾ ഒരു വിജയാഹ്ലാദം മുഴക്കുകയാണ്. കാട് മുഴുവൻ ഞെട്ടിപ്പോകുന്ന തരത്തിൽ സിംഹം ശബ്ദമുണ്ടാക്കുന്നു. അപ്പോൾ കാട്ടിലുള്ള എല്ലാ മൃഗങ്ങൾക്കും മനസ്സിലാകുന്നു, ഇതാ സിംഹത്തിന് നല്ലൊരു ഇരയെ കിട്ടിയിരിക്കുന്നു. സന്തോഷത്തിൻ്റെ ഒരു വലിയ അലർച്ചയാണ് ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, സിംഹത്തോട് സാത്താനെ ഉപമിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറയുകയാണ്, ശ്രദ്ധയുള്ളവരായിരിക്കും. അതായത് നമ്മൾ തീരെ പ്രതീക്ഷിക്കാത്ത വ്യക്തിയിൽ നിന്നും, തീരെ പ്രതീക്ഷിക്കാത്ത ഇടത്തു നിന്നും, തീരെ പ്രതീക്ഷിക്കാത്ത സാഹചര്യത്തിലും, തീരെ പ്രതീക്ഷിക്കാത്ത സമയത്തും നമ്മുടെ നേരെ ഒരു പാപത്തിലേക്കുള്ള ഒരു വലിയ പുള്ളിങ്, ഒരു വലിവ് ഉണ്ടാകാമെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഇതാ കർത്താവിൻ്റെ വചനം ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: പാപം വാതിൽക്കൽ തന്നെ പതിയിരിപ്പുണ്ട്, അത് നിന്നിൽ താല്പര്യം വച്ചിരിക്കുന്നു, നീ അതിനെ കീഴടക്കണം. ഈശോയിൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, കർത്താവ് വ്യക്തമായിട്ടാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. പാപം വാതിൽക്കൽ തന്നെ പതിയിരിപ്പുണ്ടെന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? നമ്മുടെ ചുവടുകൾ വയ്ക്കുന്ന സ്ഥലത്തെല്ലാം നമ്മെ വീഴിക്കുവാൻ വേണ്ടി പാപം പതിയിരിക്കുന്നുണ്ട്.
നമ്മുടെ കാൽപാദങ്ങൾ നമ്മൾ എടുത്തു വയ്ക്കുന്നിടത്തെല്ലാം, നമ്മുടെ സ്റ്റെപ്സ് നമ്മൾ എവിടെയെല്ലാം ചുവട് വയ്ക്കുന്നോ അവിടെയെല്ലാം തന്നെ പാപം പതിയിരിപ്പുണ്ട്. അത് നിന്നിൽ താല്പര്യം വച്ചിരിക്കുന്നു. എന്നാൽ നീ അതിന് ദൈവശക്തിയാൽ നിറഞ്ഞ് കീഴടക്കണമെന്ന് കർത്താവിൻ്റെ വചനം ഓർമ്മിപ്പിക്കുകയാണ്. പഴയ നിയമത്തിലെ ജോസഫിനെ നമുക്ക് കാണാം. അവൻ ഒരിക്കലും വിചാരിക്കാത്ത സ്ഥലത്തു നിന്നാണ് അവന് ആക്രമണം ഉണ്ടാകുന്നത്. അവൻ്റെ യജമാനൻ്റെ വീട്ടിൽ അവനൊരു ദാസനായി അടിമയായി ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവൻ ഒരിക്കൽ പോലും വിചാരിക്കുന്നില്ല അവൻ്റെ ഭവനത്തിൽ നിന്നും അവന് ഒരു ആക്രമണം ഉണ്ടാകുമെന്ന്. എന്നാൽ യജമാനത്തി അല്ലെങ്കിൽ പൊത്തിഫറിൻ്റെ ഭാര്യ അവൻ തീരെ പ്രതീക്ഷിക്കാത്ത സമയത്ത് അവനെ പാപത്തിലേക്ക് പ്രേരിപ്പിക്കുകയാണ്. ഇതാണ് സിംഹത്തിൻ്റെ ടെക്നിക്ക് എന്ന് പറയുന്നത്. നമ്മൾ തീരെ പ്രതീക്ഷിച്ചിരിക്കാത്ത സമയത്ത് നമ്മുടെ മേൽ പാപത്തിൻ്റെ പ്രലോഭനം ഉണ്ടാകുന്നുണ്ട്. പലപ്പോഴും ആളുകൾ ധ്യാനം കൂടിക്കഴിഞ്ഞ് വീണു പോകുന്നതിൻ്റെ ഒരു കാര്യം ഇതാണ്. ധ്യാനം കൂടിക്കഴിയുമ്പോൾ സാധാരണയായി ജനങ്ങൾ ചിന്തിക്കുന്നൊരു കാര്യമുണ്ട്, ഇനി ഞാൻ ഒരിക്കലും വീണു പോകത്തില്ല, കാരണം ദൈവത്തിൻ്റെ വചനവും ദൈവത്തിൻ്റെ ആത്മാവും എന്നിൽ ശക്തമായിട്ട് നിറഞ്ഞു നിൽക്കുകയാണ്, അതുകൊണ്ട് ഞാൻ വീണു പോകത്തില്ല. പക്ഷേ പ്രിയപ്പെട്ടവരെ, അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒട്ടും വിചാരിക്കാത്ത സമയത്ത് പ്രലോഭനമുണ്ടാകുമെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഈശോയുടെ ജീവിതത്തിൽ നമുക്കിത് കാണാനായിട്ട് സാധിക്കും. ഈശോ ഒരിക്കൽ ശിഷ്യന്മാരോട് ചോദിക്കുന്നുണ്ട്, ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്? അപ്പോൾ പത്രോസ് കൃത്യമായിട്ട് മറുപടി പറയുന്നുണ്ട്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. അടുത്ത നിമിഷം ഈശോ പറയുന്നു, ഞാൻ കുരിശിൽ മരിക്കും, എൻ്റെ പുറത്ത് തുപ്പും, എന്നെ നഗ്നനാക്കും, എന്നെ ഒരുപാട് പീഡിപ്പിക്കും എന്ന് പറയുമ്പോൾ പത്രോസ് യേശുവിനെ മാറ്റി നിർത്തിയിട്ട് പറയാണ്, ഇതൊരിക്കലും അങ്ങേക്ക് സംഭവിക്കാതിരിക്കട്ടെ, കുരിശുമരണം അങ്ങേക്കൊരിക്കലും അങ്ങയുടെ ജീവിതത്തിൽ അനുഭവിക്കുവാൻ ഇടയാകാതിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏതാണ്ട് 2 വർഷങ്ങൾക്ക് മുമ്പ് മരുഭൂമിയിൽ വെച്ച് യേശുവിനെ പരീക്ഷിച്ച പിശാച് ഏതാണ്ട് 2 വർഷത്തോളം മാറി നിന്നതിന് ശേഷം ഇപ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് പ്രത്യക്ഷപ്പെടുകയാണ്. പ്രത്യക്ഷപ്പെടുന്നത് കൊമ്പും വാലും തലയും വെച്ചൊന്നുമല്ല, സാക്ഷാൽ പത്രോസിൻ്റെ രൂപത്തിലാണ് പ്രത്യക്ഷപ്പെടുന്നത്. പത്രോസിലൂടെയാണ് യേശുവിൻ്റെ കുരിശുമരണത്തെ ഒഴിവാക്കാനുള്ള പ്രലോഭനം യേശുവിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. നമ്മളൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് ഇത് തിരിച്ചറിയത്തില്ല, കാരണം നമ്മുടെ കൂടെയുള്ള ഒരാൾ പറയുമ്പോൾ അവിടെ സാത്താൻ്റെ പ്രവർത്തനത്തെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുകയില്ല. പക്ഷേ യേശു പരിശുദ്ധാത്മാവിൽ നിറഞ്ഞിരുന്നതുകൊണ്ട് ഉടനെ തന്നെ പത്രോസിലൂടെ തന്നെ തകർക്കാൻ ശ്രമിക്കുന്ന, പത്രോസിലൂടെ ദൈവത്തിൻ്റെ പദ്ധതിയെ തകർക്കാൻ ശ്രമിക്കുന്ന ശത്രുവിൻ്റെ തന്ത്രത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് സാത്താനെ പുറകിൽ പോ എന്ന് പറയാനായിട്ട് സാധിക്കുകയാണ്. ഇതുപോലെ മറഞ്ഞിരുന്ന് ആക്രമിക്കുന്ന ശത്രുവിനെ പറ്റി കരുതലുണ്ടായിരിക്കണം, അവനെ വിജയിക്കണമെന്ന് ദൈവത്തിൻ്റെ വചനം എന്നെയും നിങ്ങളെയും ഇന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അടുത്തതായിട്ട് സാത്താനെപ്പറ്റി ദൈവം പറയുന്നു, വേടൻ എന്നാണ്. 91-ാം സങ്കീർത്തനത്തിൻ്റെ 3-ാമത്തെ വചനത്തിൽ സാത്താനെ വിളിച്ചിരിക്കുന്ന പേരാണ് വേടൻ. എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, 2 തരത്തിലാണ് അവിടെ വേടൻ ഇരയെ വീഴ്ത്തുന്നത്. 1 വേടൻ വല വിരിക്കുന്നു, 2 വേടൻ കെണിയൊരുക്കുന്നു. ഏത് വിധത്തിലാണെങ്കിലും വേടൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് തൻ്റെ ഇരയെ വീഴ്ത്തുക എന്നുള്ളതാണ്. നിങ്ങൾ ഈ ആനയെ പിടിക്കുന്നത് കണ്ടിട്ടുണ്ടോ? ആനയെ പിടിക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, കാട്ടിൽ ചെന്നിട്ട് വലിയ കുഴി കുഴിച്ചു വയ്ക്കും. എന്നിട്ട് ആ കുഴിയുടെ മുകളിൽ കുറച്ച് കടലാസും കുറച്ച് കമ്പ് കഷ്ണങ്ങളും കുറച്ച് പേപ്പർ വിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് മണ്ണും ഒക്കെ ഇട്ട് വെച്ചിട്ട് നല്ല ഒരു വാഴക്കൊല കൊണ്ടുവന്ന് അതിൻ്റെ മുകളിൽ നല്ല ഭംഗിയായിട്ട് വെച്ച് കൊടുക്കും. ആന പതുക്കെ പാട്ടൊക്കെ പാടി കാട്ടിക്കൂടെ വരുമ്പോൾ നോക്കുമ്പോൾ നല്ലൊരു വാഴക്കൊല ഇരിക്കുകയാണ്. വിശന്ന ആന മുകളോട്ടും താഴോട്ടും നോക്കാതെ മുൻപോട്ടും പുറകോട്ടും നോക്കാതെ ഓടി വന്ന് ഈ വാഴക്കൊല എടുക്കാനുള്ള വ്യഗ്രതയിൽ കാലെടുത്ത് മുന്നോട്ട് വയ്ക്കുന്നതും പട്ടുകുഴിയിലേക്ക് ആന വീണു പോവുകയാണ്. ആനയുടെ സ്വന്തം ശക്തി കൊണ്ട് ഒരിക്കലും ആനയ്ക്ക് ആ വലിയ കുഴിയിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റുന്നില്ല. ഉടനെ പാപ്പാനെ കൊണ്ടുവരുന്നു, ചങ്ങലയിട്ട് തളയ്ക്കുന്നു. ഈ ആന ഇതാ കെണിയിലായി. ഈ ആന ഒരു അടിമയായി തീരുകയാണ്. ഒരു വാഴക്കുല മുന്നിൽ കാണിച്ചുകൊണ്ടാണ് ആനയെ മനുഷ്യൻ കബളിപ്പിച്ച് കൂട്ടിലാക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് മുന്നിൽ കണ്ടുകൊണ്ട് കർത്താവിൻ്റെ വചനം നമ്മളോട് പറയുകയാണ്, ചില വാഴക്കുലകൾ നമ്മളെ കാണിച്ചുകൊണ്ടാണ് സാത്താൻ നമ്മളെ പ്രലോഭിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് സുഭാഷിതങ്ങളുടെ പുസ്തകം 7-ാം അധ്യായം അതിൻ്റെ 22-ാമത്തെ വചനത്തിൽ ഇങ്ങനെയാണ് കർത്താവിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. കശാപ്പ് ശാലയിലേക്ക് കാള പോകുന്നത് പോലെ ഉടലിനുള്ളിൽ അമ്പ് കയറത്തക്കവണ്ണം കലമാൻ ചെന്ന് കെണിയിൽപ്പെടുന്നത് പോലെ, പക്ഷി കുരുക്കിൽപ്പെടുന്നത് പോലെ അവൻ പെട്ടെന്ന് അവളെ അനുഗമിക്കുന്നു. ജീവനാണ് തനിക്ക് നഷ്ടപ്പെടാൻ പോകുന്നെന്ന് അവൻ അറിയുന്നില്ല. ഇതാ കർത്താവിൻ്റെ വചനം വ്യക്തമായിട്ട് പറയാം. കശാപ്പ് ശാലയിലേക്ക് കാള നടന്നു പോകുമ്പോൾ കാളയ്ക്ക് കുറച്ച് ഭക്ഷണമൊക്കെ അവർ കൊടുക്കുന്നുണ്ട്. കാള ഒരിക്കലും വിചാരിക്കുന്നില്ല തൻ്റെ കഴുത്ത് വെട്ടാൻ പോവുകയാണ്. കാള മനോഹരമായിട്ട് നടന്ന് കശാപ്പ് ശാലയിലേക്ക് പോവുകയാണ്. അതുപോലെ ഉടലിനുള്ളിൽ അമ്പ് തുളച്ച് കയറത്തക്കവണ്ണം കലമാൻ കുരുക്കിൽപ്പെടുന്നത് പോലെ
ദൈവം നമ്മളെ വ്യക്തമായിട്ടാണ് വചനത്തിലൂടെ ഈ കാര്യങ്ങൾ ഓർപ്പിച്ചു തരുന്നത്. വീണ്ടും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പക്ഷി കെണിയിലേക്ക് പറന്നു ചെല്ലുന്നത് പോലെ അവൻ പെട്ടെന്ന് അവളെ അനുഗമിക്കുന്നു. അവൻ്റെ ജീവനും അവൻ്റെ അഭിഷേകവും അവൻ്റെ പ്രകാശവും അവൻ്റെ ചൈതന്യവുമാണ് നഷ്ടപ്പെടാൻ പോകുന്നതെന്ന് അവൻ ഒരിക്കലും അറിയുന്നില്ല. ഇവിടെ കർത്താവ് നമ്മോട് പറഞ്ഞു തരുന്ന ഒരു രഹസ്യമുണ്ട്. എന്താണെന്ന് പറഞ്ഞാൽ, സാത്താൻ നമ്മളെ പ്രലോഭിപ്പിക്കുന്ന സമയത്ത് വരാൻ പോകുന്ന പാപത്തിൻ്റെ പരിണിത ഫലങ്ങൾ ഒരിക്കൽ പോലും സാത്താൻ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നില്ല. ഉദാഹരണം പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, എയ്ഡ്സ് വന്നിട്ടുള്ള ചില വ്യക്തികളെങ്കിലും പാപത്തിലൂടെ എയ്ഡ്സ് വന്നവരുണ്ട്, അല്ലാതെ നിഷ്കളങ്കമായിട്ട് ജീവിച്ച എയ്ഡ്സ് വന്നവരുമുണ്ട്. പക്ഷേ ഈ പാപത്തിലൂടെ എയ്ഡ്സ് വന്നവരോട് നമ്മൾ ചോദിക്കുകയാണെങ്കിൽ അവർ പറയും, പാപം ചെയ്യാൻ സമയത്ത് പിശാച് ആകപ്പാട് മനസ്സിൽ കൊടുത്തത് പാപത്തിൻ്റെ സുഖത്തെപ്പറ്റി മാത്രമാണ്, അല്ലാതെ പാപത്തിലൂടെ കടന്നു വരാൻ പോകുന്ന അതിൻ്റെ കോൺസിക്വൻസസ്, അതിൻ്റെ പരിണിത ഫലങ്ങളെക്കുറിച്ച് സാത്താൻ ആ സമയത്ത് മറച്ചു പിടിക്കും. എങ്ങനെയെങ്കിലും ആകർഷിച്ച് കൊണ്ടുപോകുക എന്നുള്ളതാണ് ധർമ്മം. അതുപോലെ മദ്യപിക്കുന്ന വ്യക്തികളോട് ഒരിക്കലും നിൻ്റെ ലിവർ, നിൻ്റെ കരൾ തകർന്നു പോകുമെന്ന് സാത്താൻ ആ സമയത്ത് ഒരിക്കലും ബോധ്യം കൊടുക്കത്തില്ല. നീ മദ്യപിച്ച് കഴിഞ്ഞാൽ നിനക്ക് അതുണ്ട് ഇതുണ്ടെന്നൊക്കെ പറഞ്ഞ് കുറേ പൊട്ടത്തരങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. ഈ മനുഷ്യൻ കുടിക്കുന്നു, ഒടുവിൽ നല്ല പ്രായത്തിൽ തന്നെ മിക്കവാറും മരിച്ചു പോവുകയാണ്. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ട മക്കളെ, കർത്താവിൻ്റെ വചനം ഇവിടെ നമ്മളെ വ്യക്തമായിട്ട് പഠിപ്പിക്കുകയാണ്. വേടനെ പോലെ നമ്മളെ കുരുക്കിൽപ്പെടുത്താൻ വരുന്ന സാത്താനെ, കെണി കാണിച്ചു വരുന്ന സാത്താനെ, ഇരയെ കാണിച്ചു തരുന്ന സാത്താനെ നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ രക്ഷപ്പെടണമെന്ന് പറയുകയാണ്. നമ്മൾ ഈ മീൻ പിടിക്കുന്നത് കണ്ടിട്ടുണ്ടോ? ചൂണ്ടയിൽ ഒരു മണ്ണരയെ കുരുക്കിയിട്ട് ഒരു കുളത്തിലേക്ക് ചൂണ്ട ഇറക്കി കൊടുക്കുകയാണ്. ചുമ്മാ അവിടെ സന്തോഷമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന മീൻ ഈ മണ്ണരയെ കാണുന്നു. മീൻ അന്നേരം തന്നെ ഒരു പ്രലോഭനം വരികയാണ് ഉള്ളിൽ, ഈ മണ്ണരയെ എങ്ങനെയെങ്കിലും പിടിച്ച് തിന്നണം. അപ്പോൾ മീൻ പതുക്കെ ആ കൂട്ടത്തിൽ നിന്നൊക്കെ വിട്ടിങ്ങോട്ട് വന്നിട്ട് ആ മണ്ണരയിൽ ഒറ്റപ്പിടുത്തം പിടിക്കുകയാണ്. മണ്ണരയെ ഈ മീൻ വിഴുങ്ങിക്കഴിയുമ്പോൾ മത്സ്യത്തിന് മനസ്സിലാകുന്നു താൻ പെട്ടുപോയി, ഇനി രക്ഷപ്പെടാൻ പറ്റുകയില്ല. മീൻ അങ്ങോട്ട് പോകുമ്പോൾ ചൂണ്ടയുടെ അറ്റത്ത് കുരുങ്ങുന്നു. മീൻ അതിൻ്റെ വലയിൽ അകപ്പെടുകയാണ്. ചൂണ്ടക്കാരൻ അതിനെ പൊക്കിയെടുക്കുകയാണ്. അതിൻ്റെ ജീവൻ അവിടെ നഷ്ടപ്പെടുകയാണ്. ഇതുപോലെ മീനിനെ പിടിക്കുന്ന പോലെ സാത്താൻ നമ്മുടെ മുമ്പിൽ ചില ഇരകളെയെല്ലാം കാണിച്ചുകൊണ്ടാണ് നമ്മളെ തൻ്റെ രാജ്യത്തിലേക്ക് ആകർഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരിക്കൽ നരകത്തെത്തിച്ചേർന്ന ഒരു വ്യക്തി അതിൻ്റെ മുൻപിലത്തെ ബോർഡ് കണ്ടു. വലിയ ആകർഷണകമായ അലങ്കാരങ്ങളൊക്കെ ചെയ്തു വച്ചിരിക്കുകയാണ്. അദ്ദേഹം അതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞപ്പോൾ അവിടെ ഭയങ്കരമായ വേദനയും നിലവിളിയും ഒക്കെ കാണുകയാണ്. അപ്പോൾ അദ്ദേഹം സാത്താനോട് ചോദിച്ചു, ഇതെന്താണ് പുറത്ത് ഭയങ്കരമായ ആകർഷണം, അകത്ത് ഭയങ്കരമായ നിലവിളി? അപ്പോൾ സാത്താൻ പറയാണ്, യാഥാർത്ഥ്യം ലോകത്തിൽ ജനങ്ങളെ കാണിച്ചു കൊടുത്താൽ നരകത്തിലോട്ട് വരാൻ ഒരു മനുഷ്യൻ പോലും തയ്യാറാകത്തില്ല. അതുകൊണ്ട് ഞങ്ങൾ ചെയ്യുന്നൊരു പരിപാടി എന്ന് പറയുന്നത് ഇവിടുത്തെ റിയാലിറ്റിയെ, യാഥാർത്ഥ്യത്തെ മറച്ചു വച്ചുകൊണ്ട് ഞങ്ങൾ പുറത്ത് നല്ല ചില ആകർഷകങ്ങളായ കാര്യങ്ങൾ കാണിച്ചുകൊണ്ട് ഏത് വിധത്തിലും മനുഷ്യൻ ഇതിൻ്റെ അകത്തോട്ട് കൊണ്ടുവരാനായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈശോയിൽ പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് ലോകം മുഴുവൻ നമ്മൾ നോക്കുമ്പോൾ കാണാം മനുഷ്യർ എന്തിനോ വേണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് 1-ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കും, 10 വർഷം ഞാൻ ഈ സ്കൂളിൽ പഠിക്കാൻ പോവുകയാണ്, 10 വർഷം ഉണ്ടല്ലോ. പക്ഷേ 10 വർഷം വളരെ പെട്ടെന്ന് കടന്നു പോകുന്നു. 10-ാം ക്ലാസ്സിലെ പരീക്ഷ കഴിയുമ്പോൾ നമ്മൾ ഈ 10 വർഷം പഠിച്ച സ്കൂളിനോട് ടാറ്റായും പറഞ്ഞ് ബൈ ബൈയും പറഞ്ഞ് ചിലരൊക്കെ കരയുന്നുണ്ട്. പക്ഷേ നമുക്കറിയാം ഇനി നമുക്ക് ഈ സ്കൂളിലേക്ക് കടന്നു വന്ന് പഠിക്കാനായിട്ട് പറ്റത്തില്ല. നമ്മൾ ആ സ്കൂളിൽ നിന്നും എന്നേക്കുമായിട്ട് പടിയിറങ്ങുകയാണ്. ഇതുപോലെ കോളേജിൽ പഠിക്കുമ്പോഴും പ്രൊഫഷണൽ കോളേജിൽ പഠിക്കുമ്പോഴും എവിടെ പഠിക്കുമ്പോഴും നമ്മൾ വിചാരിക്കുന്നു ഇവിടെ കുറേ നാളുണ്ടല്ലോ. പക്ഷേ ഒരു സമയം വരുമ്പോൾ അവിടുത്തെ പഠനം കഴിയുന്നു, ആ കോളേജ് നമ്മൾ എന്നേക്കുമായിട്ട് ഉപേക്ഷിക്കുകയാണ്. അതുപോലെ ഈ ഭൂമി എന്ന് പറയുന്നത് ഒരു സ്കൂളായിട്ടും കോളേജായിട്ടും എടുത്താൽ ഏറിയാൽ 70, 80 അല്ലെങ്കിൽ 90 വർഷങ്ങൾ മാത്രം ഇവിടെ ചില കാര്യങ്ങൾ ചെയ്തിട്ട് പിന്നീട് ഒരിക്കലും തിരിച്ചു വരാനാവാത്ത വണ്ണം ഭൂമി എന്ന് പറയുന്ന ഈ സ്കൂളിനോട് എന്നേക്കുമായിട്ട് വിട പറഞ്ഞ് ടാറ്റ പറഞ്ഞു ബൈ ബൈ പറഞ്ഞ് തിരിച്ചു വരാനാകാത്ത വണ്ണം നമ്മളിവിടെ നിന്നും വിട്ടുപോകേണ്ടവരാണെന്നുള്ള സത്യം സാത്താൻ മനുഷ്യൻ്റെ കണ്ണിൽ നിന്നും എപ്പോഴും മറച്ചു പിടിക്കുകയാണ്. അതുകൊണ്ട് കർത്താവിൻ്റെ വചനം നമ്മളെ ഓർപ്പിക്കുന്നു, അവിടുത്തെ സത്യത്തിലേക്ക് നോക്കി കരുതലുള്ളവരായിരിക്കുക. മൂന്നാമത് സാത്താനെപ്പറ്റി ദൈവത്തിൻ്റെ വചനം പറയുന്നത് യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ അവനെ കള്ളൻ എന്നാണ് ഇവിടെ വിളിച്ചിരിക്കുന്നത്. കള്ളൻ എന്ന് പറഞ്ഞാൽ അർത്ഥം, കള്ളൻ എപ്പോഴും തുറന്നു കിടക്കുന്ന വാതിലൂടെ അല്ലെങ്കിൽ ശരിയായിട്ട് പൂട്ടിയിട്ടില്ലാത്ത ഒരു വാതിലിലൂടെ വീട്ടിൻ്റെ അകത്ത് കടക്കാൻ ശ്രമിക്കുന്നു. അതായത് വീട്ടുകാർ അശ്രദ്ധയുള്ളവരായിരിക്കും. ഈ അടുത്ത നാളിൽ വലിയ ഒരു പോലീസ് ഓഫീസർ ഇപ്രകാരം പറയുണ്ടായി. ഒരു കള്ളനോട് ചോദിച്ചു, നീ എങ്ങനെയാണ് ഒരു വീട്ടിൻ്റെ അകത്ത് കയറുന്നത്? ഇത്രയും ശക്തമായ ലോക്കിംഗ് സിസ്റ്റമുള്ളൊരു വീട്ടിൽ നീ എങ്ങനെയാണ് കയറിയത്? അപ്പോൾ കള്ളൻ പറയാണ്, ഞാൻ 4 മാസമായിട്ട് ആ വീട്ടുകാരെ ശ്രദ്ധിച്ച് പഠിക്കുകയായിരുന്നു. അവരുടെ ജീവിതത്തിൽ അശ്രദ്ധയുണ്ടെന്ന് കണ്ടു. അവർ വീട് പൂട്ടാൻ മറന്നു പോകുന്നത് 4 മാസമായിട്ട് ഞാൻ ശ്രദ്ധയോടെ പഠിച്ചു. എപ്പോഴൊക്കെയാണ് അവർ വീട് പൂട്ടാൻ മറന്നു പോകുന്നതെന്ന് ഞാൻ ശ്രദ്ധിച്ചു.
ചില പ്രത്യേക സീരിയലുകൾ ഉള്ള ദിവസം അവരവരെ വീടിൻ്റെ പുറകുവശം പൂട്ടാൻ ലോക്ക് ചെയ്യാൻ മറന്നു പോകുന്നുവെന്ന് അവരെ ശ്രദ്ധിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി. അങ്ങനെ അവരുടെ അശ്രദ്ധയിൽ നിന്നാണ് ഇത്രയും വലിയൊരു വീട്ടിൻ്റെ അകത്ത് എനിക്ക് കയറാൻ പറ്റിയെന്ന് ഒരു കള്ളൻ കുറച്ച് നാളുകൾക്ക് മുമ്പ് പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ വചനം ഇപ്രകാരം തന്നെ പറയുകയാണ്, നമ്മൾ ശ്രദ്ധയില്ലാത്തവരായിരിക്കുമ്പോൾ കള്ളൻ നമ്മുടെ ഭവനത്തിൻ്റെ അകത്തേക്ക് കടന്നു വരുന്നു. രണ്ടാമത്തത്, കള്ളൻ വരുന്നത് ഇരുട്ടിലാണ്. കള്ളന്മാർക്ക് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ് ലൈറ്റ് ഇട്ടിരിക്കുക എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അറിവുള്ളവർ പറയും, നമ്മൾ വീടിൻ്റെ 4 ചുറ്റും ചെറിയ വോൾട്ടേജെങ്കിലും ഉള്ള നമ്മൾ അല്പമെങ്കിലും പ്രകാശത്തിൽ നമ്മൾ ബൾബുകൾ കത്തിച്ചിട്ടിരിക്കണം. കള്ളന്മാർ ഏറ്റവും ഭയപ്പെടുന്നത് പ്രകാശത്തെയാണ്. അവരുടെ സേഫ്റ്റി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇരുട്ടാണ്. ഇവിടെ കർത്താവിൻ്റെ വചനം നമ്മളെ ഓർപ്പിക്കുകയാണ്, പരിശുദ്ധാത്മാവിൻ്റെയും ദൈവവചനത്തിൻ്റെയും യേശു ക്രിസ്തുവിൻ്റെയും വെളിച്ചം, ദൈവാത്മാവിൻ്റെ നിറവ് നമ്മിലില്ലാതെ നമ്മൾ എപ്പോൾ ഇരുട്ടിലായി പോകുന്നോ ആ സമയത്ത് സാത്താൻ നമ്മുടെ ജീവിതത്തെ ആക്രമിക്കുകയാണ്. വീണ്ടും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വീട്ടിലാരും ഇല്ലാത്ത സമയത്താണ് കള്ളന്മാർ കയറുന്നത്. വീട് നിറച്ച് ആളുള്ള സമയത്ത് കള്ളന്മാർക്ക് കയറാൻ പേടിയാണ്. വീട്ടിൽ ആരും ഇല്ലാതെ ഒഴിഞ്ഞു കിടക്കുന്ന സമയത്താണ് കള്ളൻ കയറുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം, നമ്മളാകുന്ന ഭവനത്തിൻ്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കേണ്ട വ്യക്തിയുടെ പേരാണ് പരിശുദ്ധാത്മാവ്. ഇന്ന് ലോകത്തിലുള്ള ത്രിയേക ദൈവത്തിലെ 3ാമത്തെ വ്യക്തിയായ പരിശുദ്ധാത്മാവ് എൻ്റെയും നിങ്ങളുടെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കണമെന്നാണ് ദൈവത്തിൻ്റെ വലിയ സ്വപ്നം അഥവാ പദ്ധതി. ഈ വ്യക്തി എപ്പോഴാണോ നമ്മിൽ നിറഞ്ഞു നിൽക്കാത്തത്, നമ്മുടെ ഭവനം ആളൊഴിഞ്ഞ ഭവനമായി തീരുന്നു. ആ സമയത്ത് കള്ളൻ കടന്നു വരുന്നു, നമ്മുടെ ജീവിതത്തിൻ്റെ അകത്തേക്ക് കടന്നു കയറുന്നു. ഇതുകൊണ്ടാണ് മത്തായി സുവിശേഷം 12-ാം അധ്യായത്തിൽ കർത്താവിൻ്റെ വചനം പറയുന്നുണ്ട്, അശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ വിട്ടുപോകുമ്പോൾ അത് ആളൊഴിഞ്ഞ സ്ഥലങ്ങളിലൂടെ അന്വേഷിച്ച് നടക്കുന്നു. ആരെയും കാണാതാവുമ്പോൾ തിരിച്ചിറങ്ങിപ്പോകുന്ന സ്ഥലത്ത് വരുമ്പോൾ അത് വൃത്തിയാക്കി ആളൊഴിഞ്ഞ് കിടക്കുന്നു. വൃത്തിയാക്കി എന്ന് പറഞ്ഞാൽ നല്ല കുമ്പസാരമൊക്കെ നടത്തി പാപമൊക്കെ ഏറ്റുപറഞ്ഞ് നല്ല കുട്ടപ്പനായിട്ട് നിൽക്കുകയാണ്. പക്ഷേ ഒറ്റ പ്രശ്നമേ ഉള്ളൂ, വീട്ടിൽ ചെന്ന് പ്രാർത്ഥന മുടക്കിയത് മൂലം പരിശുദ്ധാത്മാവിൻ്റെ നിറവില്ല. ദൈവം നിറഞ്ഞു നിൽക്കാത്തൊരവസ്ഥയിൽ അവിടെ ആരുമില്ല. ഉടനെ സാത്താൻ പോയി 7 പേരെ കൂടെ കൂട്ടിക്കൊണ്ടുവന്ന് അവൻ്റെ സ്ഥിതി നേരത്തേതിനേക്കാളും മോശമാകുന്നുവെന്ന് കർത്താവിൻ്റെ വചനം വ്യക്തമായിട്ട് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു കള്ളനെപ്പോലെ കടന്നു വരുവാൻ അവനെ അനുവദിക്കാതിരിക്കത്തക്കവണ്ണം നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വചനവും ദൈവത്തിൻ്റെ ആത്മാവും പരിശുദ്ധാത്മാഭിഷേകത്തിൻ്റെ നിറവും എന്നും ഉണ്ടായിരിക്കണമെന്ന് ഇന്ന് തിരുവചനം ശുശ്രൂഷയിലൂടെ ദൈവം നമ്മളെ ഓർപ്പിക്കുകയാണ്. നമ്മൾ ശ്രദ്ധിച്ചാൽ കള്ളന്മാർക്ക് നമ്മുടെ ഭവനത്തിൽ കയറാൻ പറ്റുകയില്ല. ഇതുപോലെ നമ്മൾ ജാഗരൂകതയുള്ളവരാണെങ്കിൽ സാത്താന് നമ്മളെ ഒരിക്കലും കീഴ്പ്പെടുത്താനായിട്ട് പറ്റുകയില്ല. 4ാമതായിട്ട് ദൈവത്തിൻ്റെ വചനം ഓർമ്മിപ്പിക്കുന്നത് ചെന്നായി എന്ന് സാത്താനെ വിളിക്കുന്നു. അത് യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ സാത്താനെ ദൈവം വിളിച്ചിരിക്കുന്ന പേരാണ് ചെന്നായി. ചെന്നായി സാധാരണ വരുന്നത് 1 രക്തം കുടിക്കാനാണ്, 2 പിച്ചി ചീന്തുവാൻ വേണ്ടിയിട്ടാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രക്തം കുടിക്കുക എന്ന് പറഞ്ഞാൽ ഒരു മൃഗത്തിൻ്റെ ജീവനെ ഊറ്റിക്കളയുക. അതായത് നമ്മിലുള്ള കൃപയെ ചോർത്തിക്കളയാനാണ് ചെന്നായിയുടെ രൂപത്തിൽ, അതായത് കൃപ ചോർത്തിക്കൊണ്ട് നമ്മളെ പാപത്തിലേക്ക് മാറ്റുക. നമുക്കറിയാം, നമ്മൾ യേശുവിൽ വിശ്വസിക്കുമ്പോൾ പാപം ചെയ്യാതിരിക്കാനുള്ള ശക്തി ദൈവം നമുക്ക് തരുന്നതിൻ്റെ പേരാണ് കൃപ എന്ന് പറയുന്നത്, ഗ്രേസ്. ദൈവത്തിൻ്റെ കൃപ നമ്മിൽ നിറഞ്ഞു നിൽക്കുമ്പോഴാണ് നമുക്ക് പാപം ചെയ്യാൻ പറ്റാതെ നമ്മൾ വിജയിച്ചു നിൽക്കുന്നത്. സാത്താൻ എപ്പോഴും നോക്കുന്നത് നമ്മുടെ കൃപയെ ചോർത്തിക്കളയാൻ വേണ്ടിയിട്ടാണ്. നമുക്കറിയാം, റോമാലേഖനം 6-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, പാപം നിങ്ങളുടെ മേൽ ഭരണം നടത്തുകയില്ല, കാരണം നിങ്ങൾ നിയമത്തിന് കീഴിലല്ല കൃപയ്ക്ക് കീഴിലാണ്. അതായത് കൃപയുടെ കീഴിൽ നമ്മൾ നിൽക്കുന്ന സമയത്ത് പാപം ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് 5 ദിവസത്തെ ധ്യാനം കൂടിക്കഴിഞ്ഞിട്ട് നമുക്കൊരു 2-3 ആഴ്ചത്തേക്ക് പാപം ചെയ്യാൻ പറ്റത്തില്ല. കാരണം നമ്മൾ നല്ല കൃപയിലാണ് നിറഞ്ഞു നിൽക്കുന്നത്. അതായത് ദൈവത്തിൻ്റെ ആ വലിയ സഹായിക്കുന്ന ശക്തി നമ്മിൽ നിറഞ്ഞു നിൽക്കുന്നു. ഇതിൽ നിന്നും നമ്മളെ മാറ്റിക്കളയാനാണ് സാത്താൻ നോക്കുന്നത്, കൃപ ചോർത്തിക്കളയുക. അടുത്തതായിട്ട് സാത്താൻ വരുന്നത്, ചെന്നായിട്ട് വരുന്നത് പിച്ചി ചീന്താൻ വേണ്ടിയിട്ടാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യെസക്കേൽ പ്രവാചകന്റെ പുസ്തകം 22-ാം അധ്യായത്തിൻ്റെ 27-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, ഇരയെ പിച്ചി ചീന്തുന്ന ചെന്നായ്ക്കൾ. ധ്യാനങ്ങളൊക്കെ നടത്തുന്ന സമയത്ത് കാണാം, ചില ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഒരുപാട് മുറിവേറ്റ വ്യക്തിത്വങ്ങളാണ്. അതായത് അധ്യാപകരിൽ നിന്ന് മുറിവേറ്റവർ, അപ്പനിൽ നിന്നും അമ്മയിൽ നിന്നും മുറിവേറ്റവർ, സഹോദരങ്ങളിൽ നിന്ന് മുറിവേറ്റവർ, ആരൊക്കെയാണോ വളർത്തിക്കൊണ്ടുവരേണ്ടത് അവരിൽ നിന്നെല്ലാം മുറിവേറ്റ് ഒരുപാട് മുറിവുകളുമായി ഒന്നിനും കൊള്ളാതായിരിക്കുന്ന മനുഷ്യരെ ചില സമയത്ത് പ്രാർത്ഥനാവേളയിൽ കണ്ടുമുട്ടിയിട്ടുണ്ട്. അവരിനി ജീവിതത്തിൽ ഒന്നിനും കൊള്ളത്തില്ല, അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. മാത്രമല്ല, മുറിവ് കിട്ടിയവർ എപ്പോഴും മുറിവ് കൊടുക്കുന്നവരായിരിക്കും.
നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മുറിവ് നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മളിത് ആരുടെയെങ്കിലും പുറത്ത് കൊണ്ടുപോയി തീർക്കും. അതാണ് പറയുന്നത്, പേപ്പട്ടിയുടെ കടി കിട്ടിയവൻ വേറെ ആരെങ്കിലും കടിക്കാൻ നോക്കുന്നു എന്ന് പറയുന്നത് പോലെ മുറിവ് കിട്ടിയ വ്യക്തികൾ എപ്പോഴും മറ്റുള്ളവരെ മുറിപ്പെടുത്തി വേദനിപ്പിക്കുന്നതിൽ ആനന്ദം കണ്ടെത്താൻ ശ്രമിക്കും എന്നുള്ളത് സൈക്കോളജിക്കലായിട്ട് പ്രൂവ് ചെയ്തിരിക്കുന്ന, തെളിയിക്കപ്പെട്ടിരിക്കുന്ന കാര്യമാണ്. ഇവിടെ ദൈവത്തിൻ്റെ വചനം നമ്മളെ പറയുകയാണ്, ഏത് വിധത്തിലെങ്കിലും മുറിവ് തന്നുകൊണ്ട് നമ്മുടെ വ്യക്തിത്വത്തെ മാറ്റിമറിച്ചുകൊണ്ട് മുറിവുള്ളവരാക്കി നമ്മളെ മാറ്റിക്കൊണ്ട് മറ്റ് വ്യക്തികളെ കൂടെ മുറിപ്പെടുത്താനായിട്ട് സാത്താൻ തന്ത്രങ്ങൾ ഒരുക്കിയിരിക്കുന്നതിനാൽ ദൈവത്തിൻ്റെ വചനം നമ്മളെ വ്യക്തമായിട്ട് ഓർമ്മിപ്പിക്കുന്നു, നമ്മുടെ ജീവിതത്തിൽ ആന്തരിക മുറിവുകൾ പറ്റാതിരിക്കാൻ ശ്രമിക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത്രയും നാളത്തെ സുവിശേഷ പ്രഘോഷത്തിൽ ഞാൻ കണ്ട ഒരു സത്യമുണ്ട്. എപ്പോഴാണ് നമുക്ക് ആന്തരിക മുറിവുകൾ കിട്ടുന്നത് എന്ന് പറഞ്ഞാൽ, നമ്മിൽ ദൈവാത്മാവിൻ്റെ നിറവില്ലാത്തപ്പോഴാണ് നമുക്ക് പെട്ടെന്ന് മുറിവേൽക്കുന്നത്. ഒന്നുകൂടെ ഞാൻ ക്ലിയറായിട്ട് പറയാം. നമ്മിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞു നിൽക്കുമ്പോൾ നമ്മളെ ആരെങ്കിലും ചീത്ത വിളിച്ചാലോ, നമ്മളെ ആരെങ്കിലും നമ്മുടെ നേരെ ആരെങ്കിലും കോപിച്ചാലോ, വളരെ മോശമായ വാക്കുകൾ പറഞ്ഞാലും നമുക്ക് ചിരി വരും. ഇതൊന്നും നമ്മുടെ പുറത്ത് ഏശത്തില്ല. കാരണം നമ്മിൽ ദൈവത്തിൻ്റെ ആത്മാവ് നിറഞ്ഞു നിൽക്കുകയാണ്. എന്നാൽ നമ്മിൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവില്ലാത്തപ്പോൾ ആരെങ്കിലും ചെറുതായിട്ടൊന്ന് ദേഷ്യപ്പെട്ടാൽ മതി, കോപിച്ചാൽ മതി, നമ്മുടെ മുഖം വാടും. ആരെങ്കിലും ഒന്ന് ചിരിച്ച് കാണിക്കാതിരുന്നാൽ മതി, നമ്മൾ വാടിപ്പോകും. നമ്മൾ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്ക് പോലും പെട്ടെന്ന് തകർന്നു പോകും. അങ്ങനെ ആന്തരികമായിട്ട് മുറിവേറ്റവരായി തീർന്ന് നമ്മുടെ വ്യക്തിത്വം മാറിയിട്ട് പിന്നെ നമ്മൾ മറ്റു വ്യക്തികളിലേക്കും കൂടെ ഈ മുറിവ് കൊടുത്ത് അങ്ങനെ ഒരു വലിയൊരു പകർച്ച ഉണ്ടാകുകയാണ്. സാത്താൻ അങ്ങനെ വിജയിക്കും. അതുകൊണ്ട് ദൈവം പറയുകയാണ്, ആന്തരിക മുറിവുകൾ ഏറ്റുവാങ്ങാതിരിക്കാൻ നിങ്ങൾ എപ്പോഴും പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ജാഗരൂകതയുള്ളവരായിരിക്കുവിൻ. അവസാനമായിട്ട് സാത്താനെ പറ്റി പറഞ്ഞിരിക്കുന്നത് സർപ്പം എന്നാണ്. അതായത് വെളിപാട് പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നു, സാത്താനെ വിളിച്ചിരിക്കുന്ന പേരാണ് സർപ്പം. ഒരുപാട് സ്ഥലങ്ങളിൽ സാത്താനെ സർപ്പം എന്ന് വിളിച്ചിട്ടുണ്ട്. 2 കൊറിന്ത്യർ 11-ാം അധ്യായത്തിൻ്റെ 2-3 തിരുവചനങ്ങൾ വായിച്ചു നോക്കുക. അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു, സർപ്പം തന്ത്രപൂർവം ഹവ്വായെ ചതിച്ചതുപോലെ നിങ്ങളുടെ ചിന്തകൾ ക്രിസ്തുവിലുള്ള ലാളിത്യത്തിൽ നിന്നും വിശുദ്ധിയിൽ നിന്നും വ്യതിചലിക്കപ്പെടുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്ന് പൗലോസ് ശ്ലീഹ പറയുന്നുണ്ട്. സർപ്പത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, 1 വിഷം കുത്തിവെക്കുക, 2 തന്ത്രപൂർവം ചതിക്കുക. സർപ്പം ഒരു സ്ഥലത്ത് കിടന്ന് കുത്തിക്കഴിഞ്ഞാൽ കുത്തു കൊണ്ടതിന് ശേഷമാണ്, മിക്കവാറും കടി കിട്ടിയതിന് ശേഷമാണ് ആളുകൾ അറിയുന്നത്. മാത്രമല്ല വിഷം കുത്തിവെക്കുന്നുണ്ട്. അതായത് ഇന്ന് നമ്മൾ ലോകത്ത് കാണുന്ന നിരീശ്വരവാദ പ്രസ്ഥാനങ്ങളെല്ലാം, ദൈവമില്ല എന്നുള്ള പഠിപ്പിക്കലുകളെല്ലാം, മനുഷ്യനെ പാപത്തിലേക്ക് തള്ളിയിട്ട മുഴുവൻ ചിന്തകളും ഈ സർപ്പത്തിൽ നിന്നും കടന്നു വന്ന് മനുഷ്യകുലത്തിലേക്ക് വ്യാപിച്ച വിഷമാണെന്ന് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് പ്രഭാഷകൻ്റെ പുസ്തകം 21-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വചനം ഇങ്ങനെയാണ് പറയുന്നത്, സർപ്പത്തിൽ നിന്നെന്നതുപോലെ പാപത്തിൽ നിന്ന് ഓടിയകലുക, അടുത്ത് ചെന്നാൽ അത് കടിക്കും, അതിൻ്റെ പല്ലുകൾ സിംഹത്തിൻ്റെ പല്ലുകളാണ്, അത് നിൻ്റെ ജീവൻ അപഹരിച്ചെടുക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈശോയുടെ വചനം വളരെ വ്യക്തമായിട്ടാണ് നമ്മളെ ഓർപ്പിക്കുന്നത്, അടുത്ത് ചെല്ലരുത്, സർപ്പത്തിൻ്റെ അടുത്ത് ചെല്ലരുത്, അത് കടിക്കും, നിനക്ക് വിഷമേൽക്കും, നിൻ്റെ ജീവൻ നഷ്ടപ്പെടുത്തും. എങ്കിലും ഇതെല്ലാം പറഞ്ഞിട്ട് ഒരു സന്തോഷ വാർത്ത പറഞ്ഞാണ് സുവിശേഷം അവസാനിക്കുന്നത്. അതായത് ലൂക്കാ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യത്തിൽ ഈശോ പറഞ്ഞു, സാത്താൻ ഇടിമിന്നൽ പോലെ നിപതിക്കുന്നത് ഞാൻ കണ്ടു. എന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു, പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിൻ്റെ സകല ശക്തിയുടെ മേൽ ചവിട്ടി നടക്കാനുള്ള അധികാരം ഞാൻ നിങ്ങൾക്ക് തരുന്നു, ഒന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല. ഈശോയിൽ പ്രിയപ്പെട്ട മക്കളെ, ദൈവമക്കളെ, 1 യോഹന്നാൻ 3:8 പറയുന്നുണ്ട്, പിശാചിൻ്റെ പ്രവൃത്തികളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ദൈവപുത്രൻ പ്രത്യക്ഷനായത്. കർത്താവിൻ്റെ ഈ അഭിഷേകം, കർത്താവിൻ്റെ ഈ ശക്തി യേശു നമുക്ക് പകർന്നു തരികയാണ്. മക്കളായ നമുക്ക് തൻ്റെ അഭിഷേകത്തിലൂടെ സാത്താൻ്റെ മേൽ വിജയമെടുത്ത് അവനെ ചവിട്ടി നടക്കാൻ. ഒന്ന് ആലോചിച്ച് നോക്കുക, ലോകത്തിലെ മുഴുവൻ മനുഷ്യരെയും സാത്താൻ കബളിപ്പിക്കുമ്പോൾ ദൈവമക്കളായ എനിക്കും നിങ്ങൾക്കും കിട്ടുന്ന പ്രിവിലേജ്, ആ വലിയൊരു പദവി എന്ന് പറയുന്നത് യേശുവിൻ്റെ ആത്മാവ് കൊണ്ട് നിറഞ്ഞ് അഭിഷേകത്താൽ നിറയപ്പെട്ട് പിശാചിൻ്റെ മേൽ ചവിട്ടി നടക്കാൻ. അതായത് നമ്മുടെ ചെരുപ്പിൻ്റെ താഴെ കിടക്കാനാണ് സാത്താൻ്റെ വിധി എന്ന സത്യം നമ്മൾ മനസ്സിലാക്കണം. ഇതറിയാത്തത് കൊണ്ടാണ് ആളുകൾ സാത്താനെ ഭയപ്പെട്ട് നടക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ബൈബിൾ പഠിപ്പിക്കുന്നത്, പരിശുദ്ധാത്മ നിറവുള്ള ഒരു വ്യക്തിയെ കാണുമ്പോൾ സാത്താനാണ് ഭയപ്പെടുന്നത്. സാത്താനെ കാണുമ്പോൾ നമ്മളല്ല ഭയപ്പെടേണ്ടത്. ദൈവം നിറഞ്ഞു നിൽക്കുന്ന ഒരു മകനെ, ഒരു മകളെ കാണുമ്പോൾ സാത്താൻ ഭയപ്പെട്ട് ഓടുക എന്നാണ് കർത്താവിൻ്റെ വചനം നമ്മളെ ഓർപ്പിക്കുന്നത്. ഇതാ പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിൻ്റെ സകല ശക്തിയുടെ മേൽ ചവിട്ടി നടക്കാനുള്ള അധികാരം. സാത്താൻ ഇടിമിന്നൽ പോലെ നിപതിക്കുന്നത് യേശുവിൻ്റെ കുരിശുമരണത്തോടെയും ഉത്ഥാനത്തോടെയുമാണ്. അതായത് അവൻ്റെ സകല ശക്തിയും ഒരു മനുഷ്യൻ്റെ പുറത്ത് അവസാനിക്കുകയാണ്. ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, നമ്മൾ യേശുവിനോട് ചേർന്ന് നിന്ന് അവൻ്റെ ആത്മാവ് കൊണ്ട് നിറഞ്ഞ് അവൻ്റെ അഭിഷേകത്താൽ ജ്വലിച്ചു നിന്നാൽ
നരകത്തിലെ മുഴുവൻ പിശാചുക്കളും ഒരു മനുഷ്യൻ്റെ അടുത്ത് വന്നാലും അവനെ പരാജയപ്പെടുത്താൻ പറ്റത്തില്ല എന്ന് തന്നെയാണ് ദൈവത്തിൻ്റെ വചനം നമ്മളെ ഓർപ്പിക്കുന്നത്. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ഈശോയെ ശത്രുവിൻ്റെ മേൽ ചവിട്ടി നടക്കാനുള്ള ഉന്നതമായ അഭിഷേകവും കൃപയും ഞങ്ങൾക്ക് തന്നുകൊണ്ട് ലോകത്തിൽ ഭയമില്ലാതെ ധൈര്യപൂർവ്വം ജീവിക്കുവാൻ ഞങ്ങൾ അനുഗ്രഹിക്കണമേ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന.